മുണ്ടക്കൈ ദുരന്തത്തിൽ ചാലിയാറിൽ തിരച്ചിൽ ഊർജിതമാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ദൗത്യസംഘം നടത്തുന്നുണ്ട്. മേഘ ചേരുന്നു. മേഘ, വലിയ രീതിയിലുള്ള തിരച്ചിലാണ്. 8 പോലീസ് സ്റ്റേഷൻ മേഖലയായി തിരിച്ചുകൊണ്ടാണ് ചാലിയാറിൽ തിരച്ചിൽ നടത്തുക എന്ന് ഇന്നലെ മന്ത്രിതല സംഘം പറഞ്ഞിരുന്നു. എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഈ ഉരുൾപൊട്ടലിൽ നിരവധി പേരെ കാണാതാവുകയും നിരവധി മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും ചാലിയാറിന് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. മുക്കം, മാവൂർ, വാഴക്കാട് പോലീസിന്റെയും ഫയർഫോഴ്സ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഈ തെരച്ചിലിൽ ഇപ്പോൾ നേതൃത്വം നൽകുന്നു. രാവിലെ തുടങ്ങിയ തിരച്ചിൽ ഇരുവരഞ്ഞിപ്പുഴയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മണന്തലക്കടവ് ഭാഗത്ത് നിന്ന് 10 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിനൊപ്പം അറപ്പുഴ കടവിൽ നിന്ന് ഒരു പുരുഷന്റെ കാലും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ പരിശോധന ഈ പ്രദേശങ്ങളിൽ നടത്തുന്നത്. നേരത്തെ തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഈ സഹായിക്കാൻ സന്നദ്ധരായ ആളുകളുടെ സഹായം താമരശ്ശേരി ഡിവൈഎസ്പി ആവശ്യപ്പെട്ടിരുന്നു. മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടുന്നു എന്നതാണ് ഡിവൈഎസ്പി നേരത്തെ അറിയിച്ചത്. ഏതായാലും ഇന്നത്തെ തിരച്ചിലിൽ ഇവിടെ നിന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വരും സമയങ്ങളിലും ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. വരും സമയങ്ങളിലും പരിശോധന തുടരും. മേഘ, എത്ര അംഗ സംഘം ഈ ഒരു തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട്? കാരണം നമുക്കറിയാം, ഏതാണ്ട് 100-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചത് ചാലിയാറിൽ നിന്നാണ്. ഇവിടുന്ന് ഒഴുകി അവിടേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കഴിയുമ്പോൾ പലതും തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. ഒപ്പം തന്നെ ശരീരഭാഗങ്ങൾ കണ്ടമാനം ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് ഏതാണ്ട് 10-14 കിലോമീറ്റർ ദൂരം വനത്തിലൂടെയൊക്കെ ഒഴുകിയാണ്, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെയാണ് ഇത് ചാലിയാറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ചൂരൽമലയിൽ നിന്ന് വരുന്ന ആ ചെറിയ പുഴ പിന്നീട് അവിടെ എത്തുന്നത്. അപ്പോൾ വലിയ രീതിയിലൊരു തിരച്ചിൽ ആവശ്യമാണ്. കാരണം എവിടെയൊക്കെ ഈ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു, എവിടെയൊക്കെ അവർ തടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മേഘ. ഷമ്മി, അതായത് നിരവധി പേരെ ഇനിയും ഈ ദുരന്തത്തിൽപ്പെട്ട നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ചാലിയാറിന്റെ ഭാഗത്ത് നിന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇതേ തുടർന്നാണ് ഈ ചാലിയാറിൽ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ മാവൂർ, മുക്കം, കോടഞ്ചേരി, തിരുവമ്പാടി തുടങ്ങിയ ഇടങ്ങളിലൂടെ ഒക്കെ തന്നെയും പരിശോധന നടത്തുന്നുണ്ട്. ചാലിയാർ പുഴയ്ക്കൊപ്പം തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിനാണ് മുങ്ങൽ വിദഗ്ധരുടെ സഹായം പോലീസ് തേടിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പരിശോധന ഈ ചാലിയാറിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ, അതായത് മുക്കം, കോടഞ്ചേരി, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആരെങ്കിലും ഈ സഹായത്തിന് എത്തണമെന്ന നിർദ്ദേശം നേരത്തെ പോലീസ് വിവരങ്ങൾ നൽകിയത്.